അമലുകളും സ്വീകരിക്കപ്പെടാനുള്ള ഏറ്റവും നല്ല വഴിയാണ് റഹ്മത്തുൽ ലിൽ ആലമീൻ സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം അവിടുത്തെ പേരിലുള്ള സ്വലാത്ത് എല്ലാ അമലുകളുടെയും അലങ്കാരമാണ്, ആനന്ദമാണ്. അസ്വലാത്തു അലൻ നബിയിൽ മുസ്തഫ എല്ലാ അമലുകളുടെയും അലങ്കാരമാണ്, നാവിന്റെ ഭംഗിയാണ്, ശരീരത്തിന്റെ ആനന്ദമാണ്, അല്ലാഹുവിന്റെ തൃപ്തിയാണ്, മുത്തു റസൂലുള്ളാഹിന്റെ പൊരുത്തമാണ്, സ്വർഗം ലഭിക്കാനുള്ള വഴിയാണ്, നരകത്തിൽ നിന്നുള്ള മോചനമാണ്, ഹബീബായ തങ്ങളിലേക്കുള്ള വഴിയാണ്, മഹാന്മാരായ ഔലിയാക്കളുടെ ജീവിത രീതിയാണ്. എല്ലാം കൊണ്ടും അനുഗ്രഹീതമായ അസ്സലാത്തു അലൻ നബിയിൽ മുസ്തഫ أدم الصلاة على الحبيب محمد فقبولها حتما بدون تردد أعمالنا بين القبول وردها إلا الصلاة على الحبيب محمد ഏത് അമലുകളും സ്വീകരിച്ചെന്ന് വരാം, സ്വീകരിച്ചില്ലെന്ന് വരാം, പക്ഷേ അല്ലാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കുമെന്ന് ഉറപ്പുള്ള ഒരേ ഒരു അമല് അസ്സലാത്തു അലൻ നബിയിൽ മുസ്തഫ മുസ്തഫായ മുത്തു റസൂലുള്ളാഹിന്റെ പേരിലുള്ള സ്വലാത്ത്. ആ സ്വലാത്ത് ധാരാളമായി ചൊല്ലണേ. ഈ റബീഉൽ അവ്വൽ അവസാനിക്കുമ്പോ എൻ്റെ നാവ് കൊണ്ട്, എൻ്റെ ചുണ്ട് കൊണ്ട് എൻ്റെ റസൂലുള്ളാഹിന്റെ നാമം 1,00,000 തവണയെങ്കിലും, എൻ്റെ റസൂലുള്ളാഹിന്റെ സുന്ദരമായ നാമം മുഹമ്മദ് എന്ന നാമം, ആ നാമത്തിന്റെ ഭംഗി എത്രയാണ്, ആ നാമത്തിന്റെ പൂരിശ എത്രയാണ്, ആ നാമത്തിന്റെ അനുഗ്രഹം എത്രയാണ്. ആ നാമത്തെ ലോകത്ത് പ്രകീർത്തിക്കാത്ത ലോകത്ത് ഒരു ഔലിയാക്കളോ, ഒരു സ്വാലിഹീങ്ങളോ, ഒരു നബിമാരോ, അതേ ഒരു മലായിക്കത്തുകളോ കടന്നു പോയിട്ടില്ല. ലോകത്ത് എല്ലാവരാലും എടുത്തു പറയപ്പെട്ട ഒരേ ഒരു നാമമാണ് മുഹമ്മദ്. ആ നാമത്തിന്റെ സൗന്ദര്യം എത്രയാണ്. ചുണ്ടുകൾ പരസ്പരം കൂട്ടിമുട്ടാതെ, ചുണ്ടുകൾ പരസ്പരം ചുംബിക്കാതെ ആ മഹബ്ബത്തിന്റെ പേര് പറയാൻ പോലും സാധ്യമല്ല. ഏതെങ്കിലും ഒരു പേര് പറയുമ്പോ എല്ലാ 2 ചുണ്ടുകളും പരസ്പരം കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ഒരു മഹബ്ബത്തിന്റെ പേര് പറയുന്നുവെങ്കിൽ ആ പേരാണ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത്രയും സുന്ദരമായൊരു നാമം വേറെ എവിടെയാണുള്ളത്? ആ നാമം എനിക്ക്, ആ നാമം കൊണ്ടെങ്കിലും ഞാൻ രക്ഷപ്പെടുമല്ലോ എന്ന് ചിന്തിച്ചു മഹാനായ ഇമാം, മഹാനായ ആശിഖുർ റസൂൽ, മഹാനായ ഇമാം ബുസൂരി റളിയല്ലാഹു അൻഹു. മാഷാ അല്ലാഹ്, അല്ലാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് റബീഉൽ അവ്വൽ കഴിയുമ്പോ സ്വലാത്തിന്റെ കൂടെ എൻ്റെ മുത്തു റസൂലുള്ളാഹിന്റെ നാമം 1,00,000 തവണയെങ്കിലും എൻ്റെ നാവ് കൊണ്ട്, എൻ്റെ ചുണ്ട് കൊണ്ട് ഞാൻ പറയുമെന്ന് തീരുമാനമെടുത്തിട്ടാവണം ഈ സദസ്സിൽ നിന്ന് നമ്മൾ പിരിയേണ്ടത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലാഹ വ